ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലൈറ്റിന്റെ പോളറൈസേഷൻ ആണ്. എന്താണ് പോളറൈസേഷൻ? ലൈറ്റിനെ എങ്ങനെ നമ്മൾ പോളറൈസ് ചെയ്യുക, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓർഡിനറി ലൈറ്റിനെ കുറിച്ച് നമുക്കറിയാം, അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്താ ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും പാർട്ടിക്കിൾ വൈബ്രേഷൻ. ഇപ്പൊ വേവ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള വൈബ്രേഷൻ അല്ലെ പെർപെൻഡിക്കുലർ ആണ്, ഇങ്ങനെയുള്ള വൈബ്രേഷനും പെർപെൻഡിക്കുലർ ആണ്. അപ്പോ ഈ പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്താലും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താലും അത് ഇങ്ങോട്ട് പോകുന്ന വേവിന്, ഈ ഡയറക്ഷനിൽ പോകുന്ന വേവിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ് അല്ലെ. ഇനിയിപ്പോ ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിലും അതും 90 ഡിഗ്രിയാണ് അല്ലെ. പക്ഷെ നമുക്ക് എല്ലാ വൈബ്രേഷൻസിനെയും രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് അസ്യൂം ചെയ്യാം അല്ലെ. ഒന്ന്, ഈ Z ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ Y ഡയറക്ഷനിലുള്ള വൈബ്രേഷൻസ് ആയിട്ടും X ഡയറക്ഷനിലുള്ള വൈബ്രേഷൻസ് ആയിട്ടും നമുക്ക് ഓർഡിനറി ലൈറ്റിലെ വൈബ്രേഷൻസിനെ കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈറ്റിനെയാണ് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുക, ഒരു സാധാരണ ലൈറ്റ് അല്ലെ. ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ, സാധാ ലൈറ്റിനെ, എന്താ ലൈറ്റിന്റെ പ്രത്യേകത? ലൈറ്റ് പോകുന്ന ഡയറക്ഷന് ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ട് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും പാർട്ടിക്കിൾ വൈബ്രേഷൻ. അത് ഇങ്ങനെയാവാം അല്ലെങ്കിൽ ഇങ്ങനെയാവാം, ലൈറ്റ് അങ്ങോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ ലൈറ്റ് ഇങ്ങോട്ട് പോകുന്നു, വൈബ്രേഷൻസ് ഇങ്ങനെ ഉണ്ട്, ഈ ഡയറക്ഷനിലുണ്ട്. അതിൽ ഈ വൈബ്രേഷൻസിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള വൈബ്രേഷൻസിനെ ഇവിടെ മുതൽ ഡോട്ടഡ് ആയിട്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് ടൈപ്പ് വൈബ്രേഷൻസ്, ഇങ്ങനെയുള്ള വൈബ്രേഷനും ഇങ്ങനെയുള്ള വൈബ്രേഷനും അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അത് ടോർമാലിൻ മാതിരിയുള്ള ക്രിസ്റ്റൽസിലേക്ക് വന്ന് വീഴുമ്പോ, ടോർമാലിൻ മാതിരിയുള്ള ക്രിസ്റ്റലിലേക്ക്, കാൽസൈറ്റ്, ടോർമാലിൻ, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ് അല്ലെ. അങ്ങനത്തെ ഏത് ക്രിസ്റ്റലിൽ വന്ന് വീണ് കഴിഞ്ഞാലും, ഇപ്പൊ പറഞ്ഞ മാതിരിയുള്ള ക്രിസ്റ്റലാണ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലിന്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് പാരലൽ ആയ വൈബ്രേഷൻസ് ഇതിന്റെ ഉള്ളിലൂടെ കടന്നു പോകും അല്ലെ. ഇതിന് പെർപെൻഡിക്കുലർ ആയി വരുന്ന വൈബ്രേഷൻസ് ഈ ഡോട്ട് ഇവിടെ കാണാനുണ്ടോ? ഇല്ല, അത് ബ്ലോക്ക് ചെയ്തു അല്ലെ. അങ്ങനെ ഇതേമാതിരിയുള്ള ക്രിസ്റ്റൽസിലൂടെ കടന്നു വരുന്ന ലൈറ്റില് വൈബ്രേഷൻസ് ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് കൺഫൈൻഡ് ആയി. ഇതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക അല്ലെ. ഇപ്പൊ ലൈറ്റ് ഇവിടെ എന്തായി? ഈ ടോർമാലിൻ ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്തപ്പോ അതിനൊരു വൺ സൈഡ്നെസ് കിട്ടി. അതിലത്തെ വൈബ്രേഷൻസ്, ഇങ്ങനത്തെ വൈബ്രേഷൻസ് എല്ലാം, ഈ പ്ലെയിനിലുള്ള വൈബ്രേഷൻസ് എല്ലാം ബ്ലോക്കായി, ഈ പ്ലെയിനിലുള്ള വൈബ്രേഷൻസ് എല്ലാം ഇതിലൂടെ കടന്നു പോകും. ഓക്കെ അല്ലേ? ഇനി നോക്ക്, ഇതിന് പാരലൽ ആയിട്ട് ഞാൻ ഇവിടെ വേറൊരു ക്രിസ്റ്റലും കൂടെ, ടോർമാലിൻ ക്രിസ്റ്റലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ വൈബ്രേഷനും ഇതിന്റെ ആക്സിസും പാരലൽ ആണെങ്കിൽ ഈ വൈബ്രേഷൻസിനെല്ലാം കടന്ന് ഇങ്ങോട്ട് തന്നെ എത്താം. ഇവിടെ ഞാൻ I എന്ന് പറയുന്ന ഇന്റൻസിറ്റിയിലാണ് അല്ലെ. ഇന്റൻസിറ്റി പറഞ്ഞ തീവ്രത, ആ തീവ്രതയിലാണ് ഇവിടെ ലൈറ്റ്, ഓർഡിനറി ലൈറ്റ് ഈ ടോർമാലിൻ ക്രിസ്റ്റലിന്റെ മുകളിൽ വീഴുന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത് അല്ലെ. അത് കഴിഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? അതിന്റെ നേരെ പകുതിയായി ഇന്റൻസിറ്റി I0. ഇത് കടന്ന് ഇവിടെ എത്തിയ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. I/2 ഉള്ളൂ അല്ലെ. നേരെ പകുതി ഇന്റൻസിറ്റി ആയി ഇതിലൂടെ വന്നു. പക്ഷെ ഇതേ ടോർമാലിൻ ക്രിസ്റ്റലിന്റെ അതേ ലെവലിൽ ഞാൻ ഇവിടെ അടുത്തൊരു ക്രിസ്റ്റൽ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും ആക്സിസ് പാരലൽ ആയാൽ ഇതേ ഇന്റൻസിറ്റി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, I/2 കിട്ടുന്നുണ്ട്. ബട്ട് എന്താ പ്രത്യേകത? ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ 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 പെർപെൻഡിക്കുലർ ആക്കുന്നതിനനുസരിച്ച് എനിക്ക് ഇവിടെ കിട്ടുന്ന ഇന്റൻസിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങും? കുറഞ്ഞു 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 വരും. I/2 എന്ന് പറയുന്ന മാക്സിമം വാല്യൂ കുറഞ്ഞു കുറഞ്ഞ് അവസാനം ഇത് രണ്ടും ഇങ്ങനെ വന്ന് ഇവിടെ പെർപെൻഡിക്കുലർ ആയാൽ ഇവിടെ 90 ഡിഗ്രി ആയി അല്ലേ. അപ്പൊ ആ 90 ഡിഗ്രി ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഈ വൈബ്രേഷൻസിനെ അത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ അല്ലേ? ഇങ്ങനെ വരുന്ന വൈബ്രേഷൻസിനെ ഇത് ബ്ലോക്ക് ചെയ്യും. അതോടുകൂടെ ഫർദർ ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല? ലൈറ്റ് ഒന്നും ഇവിടെ നിന്നിട്ട് പോകില്ല. അപ്പൊ ഇവിടെ I/2 ഉണ്ടായിരുന്ന ഇന്റൻസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് 0 ആയി. എപ്പോ? ഇതിന്റെ ഇടയിലുള്ള ആംഗിള് 90 ഡിഗ്രിയിലേക്ക് കൂടി കൂടി വന്നപ്പോ. ഓക്കെ, ഇനി വീണ്ടും ഞാൻ അത് കറക്കിയിട്ട് ഇതിന് തമ്മിൽ ആന്റി പാരലൽ ആക്കാൻ ശ്രമിച്ചാലോ? പിന്നെ ഇന്റൻസിറ്റി കൂടി 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 വരില്ലേ? വരും. അവസാനം ആന്റി പാരലൽ ആവുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നത് നേരെ തലകുത്തനെ അല്ലേ. അങ്ങനെ ആവുന്നതോടുകൂടെ വീണ്ടും ഇന്റൻസിറ്റി കൂടി മാക്സിമം ആയി I/2. പിന്നെ ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ്, ഇതിനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്തു അല്ലെ. 270 ഡിഗ്രിയിലേക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക? വീണ്ടും ഇന്റൻസിറ്റി കുറഞ്ഞ് 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 270 ഡിഗ്രി ആകുമ്പോൾ 0.
പിന്നെ അത് 360ലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഇന്റൻസിറ്റി കൂടി 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 വന്ന് I/2 ആയി മാറും. അപ്പൊ അവിടെ ഒരു ഇന്റൻസിറ്റി വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ? അത് എന്തിനാ കാണിക്കുന്നത്? ഇതിന്റെ പോളറൈസേഷനെ കാണിക്കുന്നത്. ഏതിന്റെ പോളറൈസേഷൻ? ഈ ക്രിസ്റ്റലിന്റെ പോളറൈസേഷൻ. അതായത് ഓർഡിനറി ലൈറ്റിനെ ഈ ക്രിസ്റ്റൽ എന്ത് ചെയ്തു? പോളറൈസ് ചെയ്തു. ഒരു സൈഡിലേക്ക് അതിന്റെ വൈബ്രേഷൻസ് കൺഫൈൻ ചെയ്തു അല്ലേ? അത് നമുക്ക് രണ്ടാമത്തെ ക്രിസ്റ്റലാണ് പ്രൂവ് ചെയ്ത് തന്നത്. കാരണം എന്താ? ഇതിനെ റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഇന്റൻസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടത് അല്ലേ? അത് I/2നും 0ക്കും ഇടയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതിൽ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇയാൾ പ്രൂവ് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ പോളറൈസേഷൻ നടത്തുന്ന ക്രിസ്റ്റലിനെ നമുക്ക് പോളറൈസർ ക്രിസ്റ്റൽ എന്നും, ഇത് പോളറൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്ന രണ്ടാമത്തെ ക്രിസ്റ്റലിനെ അനലൈസർ ക്രിസ്റ്റൽ എന്ന് വിളിക്കാൻ അല്ലേ? അപ്പോ ഇയാൾ പോളറൈസ് ചെയ്തു, ഇയാളാണ് അനലൈസ് ചെയ്യുന്നത്. എങ്ങനെ? ഇന്റൻസിറ്റി വേരിയേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ പോളറൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടോർമാലിൻ കാൽസൈറ്റ് മാതിരിയുള്ള ക്രിസ്റ്റലുകളിലേക്ക് ലൈറ്റ് കടത്തി വരുമ്പോ, ഓർഡിനറി അൺപോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിടുമ്പോ അതിന്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് പാരലലായ വൈബ്രേഷൻസ് അതിലൂടെ കടന്നു പോവുകയും ബാക്കിയുള്ള അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വൈബ്രേഷൻസ് ബ്ലോക്ക്ഡ് ആവുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ എന്താ സംഭവിക്കുന്നത്? വൈബ്രേഷൻസ് ഇങ്ങനെ ഒരു പ്ലെയിനിൽ മാത്രമേ അതിൽ ബാക്കി ഉണ്ടാവുള്ളൂ. ആ പ്ലെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. പോളറൈസേഷൻ കഴിഞ്ഞാലും അതിലെ പാർട്ടിക്കിൾസ് പിന്നെയും വൈബ്രേഷൻ നിലനിൽക്കുന്ന പ്ലെയിൻ, അതാണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിലോ ഈ പ്ലെയിനിൽ വൈബ്രേഷൻ ഉണ്ടായിരുന്നില്ലേ, അതിനെ ഇയാൾ ബ്ലോക്ക് ചെയ്തു. അപ്പൊ ഈ പ്ലെയിൻ നമ്മൾ എന്ത് വിളിക്കും? വൈബ്രേഷൻ നഷ്ടപ്പെട്ട പ്ലെയിൻ, പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അവിടുത്തെ ലൈറ്റ് പോളറൈസ്ഡ് ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പോളറൈസേഷൻ പെർഫെക്റ്റ് ആവണമെങ്കിൽ ഈ അനലൈസർ റൊട്ടേറ്റ് ചെയ്യുമ്പോ ഇന്റൻസിറ്റി മാറിയാൽ മാത്രം പോരാ, അതിന്റെ ഇന്റൻസിറ്റി ഇവര് തമ്മിൽ ക്രോസ്ഡ് ആവുക, പെർപെൻഡിക്കുലർ ആവുന്ന സമയങ്ങളിൽ അല്ലെ, 90 ഡിഗ്രിയോ 270 ഡിഗ്രിയോ ആവുന്ന സമയത്താണ് ക്രോസ്ഡ് ആവുക. ആ സമയങ്ങളിൽ ഇന്റൻസിറ്റി കറക്റ്റ് 0 തന്നെ വരണം അല്ലെ? മിനിമം വന്നാൽ പോരാ. മിനിമം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോളറൈസേഷൻ പെർഫെക്റ്റ് അല്ല, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് അല്ല എന്നാണ് മീനിങ് അല്ലെ? അപ്പൊ ഇവിടെ കറക്റ്റ് 0 വന്നിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും പാരലലോ ആന്റി പാരലലോ ആവുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി I/2ഉം അവര് തമ്മിൽ എത്ര 90 ഡിഗ്രിയോ 270 ഡിഗ്രിയോ വരുമ്പോ, അതായത് ക്രോസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് എന്ത് വരിക? ഇന്റൻസിറ്റി കുറഞ്ഞിട്ട് പെർഫെക്റ്റ് 0, നോ ഇന്റൻസിറ്റി, ഒരു ലൈറ്റും കാണുന്നില്ല എങ്കിൽ ദ പോളറൈസേഷൻ ഈസ് കംപ്ലീറ്റ് അല്ലേ? അപ്പൊ ഈ ഇന്റൻസിറ്റിക്ക് മാറ്റം വരുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് മാലസ് ലോ. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് മാലസ് ലോ. എന്താ മാലസ് ലോ? MALUS, മാലസ് ലോ. എന്താ മാലസ് ലോ? മാലസ് ലോ എന്താ പറയുന്നത് എന്ന് പറഞ്ഞാല്, മാലസ് ലോ പറയുന്നത് ഇത് ഫ്രണ്ടിലുള്ളത് അതിന്റെ ആക്സിസ് ഞാൻ XX ഡാഷ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, പോളറൈസറിന്റെ ആക്സിസ്. അനലൈസറിന്റെ ആക്സിസിനെ ഞാൻ Y ഡാഷ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ പോളറൈസറിന്റെ ആക്സിസും അനലൈസറിന്റെ ആക്സിസും തമ്മിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് തീറ്റ അല്ലേ? ആ തീറ്റയ്ക്ക് അനുസരിച്ച് ഇന്റൻസിറ്റിയിൽ മാറ്റം വരുന്ന നമ്മൾ പറഞ്ഞത്. ആ മാറ്റം എങ്ങനെയാണെന്നാണ് മാലസ് ലോ. അതായത് പോളറൈസറിലൂടെ കടന്നുപോയി അനലൈസറിലൂടെ കടന്നുപോയി പുറത്തേക്ക് എത്തുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ നമുക്ക് I ഡാഷ് എന്ന് വിളിക്കാം. ദിസ് ഈസ് I ഡാഷ്. ആ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പോളറൈസർ ക്രിസ്റ്റലിന്റെയും അനലൈസർ ക്രിസ്റ്റലിന്റെയും ആക്സിസുകളുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റയുടെ cos സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. That means I dash is proportional to cos square theta, or പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore I dash is equal to a constant I0 cos square theta, where I0 is the maximum possible intensity I/2. ഇവിടുത്തെ ഇന്റൻസിറ്റി I ആണെങ്കിൽ ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി I/2. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കണ്ടീഷൻ നോക്കാം. മാലസ് ലോ അനുസരിച്ചുള്ള ഇക്വേഷന്റെ കണ്ടീഷൻ കറക്റ്റ് ആണോ നോക്കാം. ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവർ രണ്ടുപേരും പാരലൽ ആണെങ്കിൽ, അല്ലെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ ഇവർ രണ്ടുപേരും ആന്റി പാരലൽ ആണെങ്കിൽ, കോസ് സ്ക്വയർ തീറ്റ എത്ര വരും? കോസ് തീറ്റ 1 -1 വരും, കോസ് സ്ക്വയർ തീറ്റ 1 വരും അല്ലേ? അപ്പൊ ഇന്റൻസിറ്റി മാക്സിമം, അതായത് രണ്ടുപേരും പാരലലോ ആന്റി പാരലലോ ആണെങ്കിൽ ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി I/2 കിട്ടും. പക്ഷേ അവര് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയോ, അതായത് ക്രോസ്ഡ് ആവുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ 270 ഡിഗ്രിയോ ആണെങ്കിൽ
കോസ് സ്ക്വയർ തീറ്റ 0 അല്ലേ? അപ്പൊ ഇവിടെ കിട്ടുന്ന ഇന്റൻസിറ്റി, മാക്സിമം ഇന്റൻസിറ്റി 0 ആയിരിക്കും, ഒരു ഇന്റൻസിറ്റി ഉണ്ടാവില്ല അല്ലേ? അപ്പൊ അവിടെ പെർഫെക്റ്റ് പോളറൈസേഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് നമുക്ക് പോളറൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഈ പോളറൈസേഷൻ ഈ ടോർമാലിൻ ക്രിസ്റ്റൽ, കാൽസൈറ്റ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ അതേമാതിരി നിക്കോൾ പ്രിസം ഇതന്നെ വേണമെന്നില്ല പോളറൈസേഷൻ നടത്താൻ. ചില സമയത്ത് അറ്റ്മോസ്ഫിയറിൽ കൂടെ പോകുന്ന ഓർഡിനറി ലൈറ്റ് സ്കാറ്റേർഡ് ആവുമ്പോൾ പോളറൈസ്ഡ് ആവും. ചില റിഫ്രാക്ഷൻ മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ബൈ റിഫ്രാക്ഷൻ അത് പോളറൈസ്ഡ് ആവും. ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മുകളിൽ ലൈറ്റ് റിഫ്ലക്റ്റഡ് ആവുമ്പോൾ അത് പോളറൈസ്ഡ് ആവും. അപ്പൊ ലൈറ്റിന് പോളറൈസ് ചെയ്യപ്പെടുക മീൻസ് എന്താണ്? അതിലെ രണ്ട് ഡിറക്ഷനിൽ ഉണ്ടായിരുന്ന വൈബ്രേഷൻസ് ഒരു ഡിറക്ഷനിലേക്ക് കൺഫൈൻഡ് ആയിട്ട് ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ ബാക്കി ഉണ്ടാവുക, മറ്റേ പ്ലെയിനിലെ വൈബ്രേഷൻസ് കടത്തി വിടാതെ ഇന്റൻസിറ്റി കുറയും. ഇതാണ് പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന. ഈ ഫിനോമിനയെ കുറിച്ച് പറയുമ്പോൾ വേറെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ പോളറൈസേഷൻ ആണ് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്തത്. പോളറൈസേഷൻ ആണ് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നുള്ളതിന്റെ പ്രൂഫ്. ഓക്കെ.